പ്രവാസികളുടെ ഭാര്യമാർ മതിലി ചാടുന്നതും ഒളിച്ചോടുന്നതും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പണ്ട് മുതലേ നടന്നു വരുന്നത് തന്നെയാണ്. ചില അറുവാണിച്ചികൾ, എല്ലാവരും അല്ല കേട്ടാ, ഒരുപാട് പേര് ഭർത്താവ് തനിക്ക് വേണ്ടിയാണ് പോയത്, തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെയൊന്നും അല്ല പറയുന്നട്ടാ. ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേവിക്ക് വേണ്ടി മാത്രം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില കഴുകന്മാരുണ്ട്, എങ്ങനെയെങ്കിലും ഓളെ തട്ടിയെടുക്കണം, ഓൻ തിരിച്ചു വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഓളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടും കുറേ ആൾക്കാർ ചെയ്യുന്ന വേലകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവാസിയുടെ വീട്, ആ പ്രവാസിയുടെ ഭാര്യയ്ക്ക് 52 വയസ്സാണ് പ്രായം. അതുമാത്രവുമല്ല, 2 മക്കളുടെ കല്യാണം കഴിഞ്ഞതാണ്, 2 പെൺമക്കളുടെ കല്യാണം. ഭർത്താവ് വർഷങ്ങളായിട്ട് ഗൾഫിലാണ്. അയൽവക്കത്തുള്ള ഒരുത്തൻ്റെ സ്ഥിരമായിട്ട് മതിൽ ചാടുന്നത്. അവിടെ ആകെയുള്ളത് എന്ന് പറഞ്ഞ് ഈ ഉമ്മയും അതുപോലെ തന്നെ ഈ മകനും മാത്രമാണ്. മകന് ഒരു 10-16 വയസ്സ് പ്രായം ഉണ്ടാകും. ഈ മതിൽ ചാടുന്നത് ഇവൻ പല പ്രാവശ്യവും കാണുന്നു. ഇവൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ഇവനും 2-3 കൂട്ടുകാർ എല്ലാവരും കൂടിയിട്ട് അവനെ അങ്ങ് ശരിപ്പെടുത്തുകയാണ്. ശരിപ്പെടുത്തിയപ്പോഴേ ആ പയ്യൻ ഇപ്പോഴും ജയിലിലാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഈ തള്ള കാരണല്ലേ ഇത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ്. അതായത് സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും എല്ലാം വന്ന ആൾക്കാർ വരെയുണ്ട്. ചില പ്രവാസികൾ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ എന്താ ചെയ്യുന്നത് അറിയത്, പകുതി കാമുകന് കൊടുക്കും. അവൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എടുത്തു കൊടുക്കും. അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വേറെ ഒന്നുമല്ല, 4 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ടവൻ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ ചൂടത്തൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം മാത്രമാവില്ലേ. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി, അവൻ 4 വർഷത്തോളം ജീവിച്ചിട്ടാണ് അവൻ വിദേശ രാജ്യത്തേക്ക് പോയത്. അതാണ് കല്യാണം കഴിഞ്ഞപ്പോഴൊന്നുമല്ല, ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷമാണ് അവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകുന്നത്. അങ്ങനെ പോയ ഒരുത്തൻ്റെ ഭാര്യ ഇപ്പോഴും ഒരാഴ്ചയായിട്ട് കാണാനില്ല. അയാൾ സങ്കടത്തോടു കൂടി ഇന്ന് പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാം, എൻ്റെ മകൻ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അതായത് ഓളെ വേണ്ട, ഓളയുടെ ആരുടെ കൂടെ ഇറങ്ങിപ്പോയതാണ്. അതിൻ്റെ അകത്തുള്ള കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഏതോ ഒരു കഴിവേറിയുടെ കൂടെ തന്നെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പം അയാൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കെൻ്റെ മകനെ മതി എന്നാണ് പറയുന്നത്. ആ പാവം പറയുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരവധി ആൾക്കാർ ഇതുപോലെ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. പല ആൾക്കാരും മാനഹാനി ഓർത്തിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. മാനഹാനിയാണ്. അതായത് എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളാണെന്നാ പറയുക. പക്ഷേ സംശയമൊന്നുമല്ല ഇത്. കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെ വീട്ടിലും നടക്കുന്നതാണ്. പ്രവാസികളുടെ വീട്ടിലും മാത്രമല്ല, ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കിടന്നിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിനിയും കൂടി ഉണ്ടാകും. സ്റ്റെപ്പിനി എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് എന്താ പറയുക, ബെസ്റ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഭർത്താവിനോട് പറയാത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് പറയും. അതുമാത്രവുമല്ല, ഭർത്താവ് അറിയാത്ത കാര്യങ്ങൾ വരെ ഇവരോട് പറയും. രാത്രി എന്താണ് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, എന്തൊക്കെ നടക്കുന്നില്ല എന്നുപോലുമുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ബെസ്റ്റിയോട് പറയും. അങ്ങനെ ബെസ്റ്റി ഏതായാലും സന്തോഷവാനാകും. പിന്നീട് ബെസ്റ്റി അത്യാവശ്യം പൈസയൊക്കെ കടം മേടിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കുന്ന ഒരു ബെസ്റ്റി പല സ്ത്രീകൾക്കും ഉണ്ട്. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, നാം നുണയൊന്നുമല്ല പറയുന്നത്. പല വീടുകളിലും ഇന്ന് പ്രശ്നം തന്നെയാണ്. അതായത് സ്ത്രീകൾ വേറൊരു വഴിക്കാണ്, പുരുഷൻ വേറൊരു വഴിക്കാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന് ഒരു 50 വയസ്സ് 52 വയസ്സിലായി കഴിഞ്ഞാൽ ഓൻ്റെ ഏകദേശം തീരും. പിന്നെ ഓനെ ആവശ്യമില്ല. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ചില വീടുകളിൽ പുരുഷന്മാരും മഹാ ഏർപ്പാളികളാണ്. അതായത് ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകൾ ബെസ്റ്റി ഉണ്ടാകും. അവരോട് എല്ലാ കാര്യങ്ങളും പറയുന്ന അങ്ങനെയുള്ള പുരുഷന്മാരും ഉണ്ടാകും. അപ്പോൾ എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ യുഗത്തിൽ നമ്മുടെ കുടുംബം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛിന്ന ഭിന്നമായി പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് ഈ മക്കൾ മാത്രമാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഈ മക്കൾ എന്താണ് ചെയ്തത്? പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അനാഥരാകുന്നത് അല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ മക്കളാണ്. മക്കളെ എന്താണ് ചെയ്യുക? അതാണ് എനിക്ക് ആലോചിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സഹോദരന് മകനെയെങ്കിലും തിരികെ കിട്ടട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ, മകനെയും കൂട്ടിയിട്ടാണ് പോയത് ഏതോ ഒരു അറുവാണച്ചൻ്റെ കൂടെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഭർത്താവ് ഗൾഫ് പോകുന്നതൊക്കെ നോക്കിയിട്ട് തന്നെ വിളി ചാടിയിരിക്കുന്നത്. അപ്പം അയാളുടെ പൈസ തിരിച്ചു അടിച്ചു മാറ്റിയിട്ട് ഓനല്ലേ കൊടുത്തിട്ടുണ്ടാവുക.
കൃത്യമായിട്ട് അവന് കൊടുത്തിട്ടുണ്ടാകും. ഇന്ന് അങ്ങനെയാണ് പലരും ചെയ്യുന്നത്. അതായത് ഭർത്താവ് എന്തെങ്കിലും പൈസ അയച്ചു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞാൽ ഇവനുള്ള ഓഹരി കൃത്യമായിട്ട് അങ്ങ് കൊടുക്കുവാർന്ന്. ഇവർ പല രൂപത്തിലും വരും. അതായത് നാട്ടിൽ ഇവർക്ക് ഒരു പണി ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ടീമുകൾക്ക്. അവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു 3-4 സ്ത്രീകൾ ഉണ്ടാകും. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുക്കുവാർന്ന്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി 10 മണി കഴിഞ്ഞാൽ 2 അടിക്കുന്ന ടീമാണ്. ചിലത് നല്ല മിക്കതും അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പാർസലിൽ വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്ന കാണാം. അതായത് ഇന്നയാൾക്ക് ഞാൻ ഇന്നലെ ഒരു ബോട്ടിലും കൊണ്ടുപോയിരുന്നു, ഇന്നയാൾക്ക് ഞാനിങ്ങനെ ബോട്ടിലും കൊണ്ടുപോയിരുന്നു, അങ്ങാടിയിൽ ഇങ്ങനെ പറഞ്ഞു ചിരിക്കും ആൾക്കാർ. അത് ഇവരൊക്കെ വിചാരിക്കുന്നത് ഇത് ആരും അറിയില്ല എന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പാടി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു സ്ത്രീകളെ, മൂന്നാമതൊരാളെ നിങ്ങളുടെ വീട്ടിലേക്ക് നുഴയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു കഥ നിങ്ങളത്. അതേ എനിക്ക് പറയാനുള്ളൂ. കുടുംബത്തിൻ്റെ മനസമാധാനം പോയി, ജീവിതം പോയി. ഇപ്പോഴീ സ്ത്രീക്ക് എന്ത് സന്തോഷമാണ് കിട്ടുക? അതായത് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ചതിച്ചിട്ട് പോയ ഈ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോഴേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മകനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ മകനെ ഇയാൾ വീണ്ടെടുക്കും, അത് ഉറപ്പാണ്. അതായത് ഇയാൾ വേറെ വീണ്ടെടുക്കുകയും ചെയ്യും, നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ആ സ്ത്രീയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇങ്ങനെ ഒളിച്ചോടിയത് എത്രത്തോളം നമ്മുടെ സോഷ്യൽ മീഡിയയിലും അവിടെയും എവിടെയൊക്കെ വന്നിട്ടും ഇവറ്റകൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു സങ്കടമായിരുന്നത്. എത്രമാത്രം നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കള്ളക്കാമുകന്മാരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്താലും ഇവറ്റകൾ പിന്നെയും എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് എനിക്ക് വളരെയധികം സങ്കടം തോന്നി ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു വിഷമം കണ്ടപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഗൾഫിൽ പോയിട്ട് അയാൾ എത്രമാത്രം അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ 4 വർഷത്തോളം അയാൾ എത്രമാത്രം തൻ്റെ ഫാമിലിക്ക് വേണ്ടി നീരൊഴുക്കിയിട്ടുണ്ടാകും. എന്നിട്ട് ആ സ്ത്രീക്ക് ഒരു നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ഇറങ്ങി പോവല്ലേ ചെയ്തത്. ഇങ്ങനെയുള്ള ടീമുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നന്നാവുന്നില്ല പ്രതീക്ഷ എനിക്കില്ല. ഏതായാലും ആ ചെറുപ്പക്കാരൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടാ. എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുവണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നത്തെ ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസത്തിലുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടെയാണെന്നുള്ളത്, ഭാര്യ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. അടുത്തുണ്ടായിരുന്നു. കുറച്ച് സാമ്പത്തിക വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം നല്ല കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴേ ഈ പാവപ്പെട്ട മനുഷ്യൻ സൗദി അറേബ്യയിൽ നിന്നും 21-ാം തീയതി ലീവിന് വരേണ്ടതായിരുന്നു. അയാൾ എത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക്, മകന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ എത്രമാത്രം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. 21-ാം തീയതി തൻ്റെ ഭാര്യയും മകനും തന്നെ കാത്ത് വീട്ടിലിരിക്കുന്നുണ്ടാകും എന്നുള്ള സ്വപ്നത്തോടു കൂടി ഇയാൾ കിടന്നുറങ്ങുമ്പോഴല്ലേ ആ ഒരു വാർത്ത വന്നത്. അതായത് ഭാര്യയെയും മകനെയും കാണാനില്ല എന്നുള്ളൊരു വാർത്ത. ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇങ്ങോട്ട് ഓടി വരികയാണ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം വിഷമത്തോടു കൂടി അയാൾ ഇന്ന് പറയുകയാണ്, എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടിയാൽ മതിയെന്ന്. പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യം എന്താ
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും വേട്ടാവലിയവനുമായിട്ട് ഇവർക്ക് ഇടപഴകേണ്ടി വന്നിരിക്കാം. അങ്ങനെ വന്നാൽ ഇവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മൊബൈൽ ഓണാക്കി വെക്കും. അതായത് ഇവൻ്റെ മുഖം കണ്ടാലും ഇവനൊരു കുഴപ്പവുമില്ല. പല കുടുംബങ്ങളും തകരുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കാമുകൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് മാത്രമല്ല, അവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊബൈലിൽ പകർത്തിയിട്ടുണ്ടാകും. ഇതൊന്നും അറിയാതെ വീട്ടമ്മ പിന്നീട് എന്ന് പറഞ്ഞാൽ ജീവിക്കുമ്പോഴായിരിക്കും ഇതിങ്ങനെ കാണിക്കുക. അതോടുകൂടിയിട്ട് അവരുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നാനാവിധത്തിലാകും. പല സ്ഥലങ്ങളിലും നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ്. ഒരു പ്രശ്നവും ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് അവൾ ഈ കടുങ്കൈ ചെയ്തത്? അതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാകും. അതായത് ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ചിലപ്പോൾ അവന് വഴങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകും. അങ്ങനെ വഴങ്ങി കൊടുക്കുമ്പോൾ അവൻ മൊബൈൽ രഹസ്യമാക്കി ഓണാക്കി വെച്ചിരിക്കും. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. പിന്നെ ചിലത് എന്ന് പറഞ്ഞാൽ ചതിയിലൂടെ ഉണ്ടാകും. അതായത് ഞാനിവിടെ വന്നു എന്ന് നിൻ്റെ ഭർത്താവിനെ അറിയിക്കും എന്നുള്ള ഭീഷണികൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നുമക്കളെ, ഇതിൻ്റെ അകത്ത് ചതിയോ വഞ്ചനയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനോട് തുറന്നു പറയുക. അയാൾ നിങ്ങൾ സ്വീകരിക്കേണ്ട, എന്നെ ഒഴിവാക്കിക്കൊള്ളൂ, പക്ഷെ നടന്നത് ഇതാണെന്ന് തുറന്നു പറയാനുള്ള ആ ചങ്കൂറ്റമെങ്കിലും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പല വേട്ടാവളിയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഓണാക്കിയിട്ടാണ് ഇന്ന് പല പരിപാടികൾക്കും പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വെറുതെങ്കിലും പോയിട്ട് അവൻ്റെ ഒന്നും ഇതിൽ തലവെച്ച് കൊടുക്കരുത്. നന്ദി, നമസ്കാരം. ഇതൊരു ഉപദേശമായിട്ട് നിങ്ങൾ എടുത്തോ. ബൈ ബൈ.